ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, എതിർക്കാനായി വളർന്നവൻ ഞാൻ, കാലത്തിൻ കോവിലിൽ പൂജാരി ഞാൻ, കള്ളൻ്റെ മുമ്പിൽ ധിക്കാരി. ഈ പാട്ട് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പണ്ട് ജോളി അബ്രഹാം എന്നൊരു ഗായകനുണ്ടായിരുന്നു. നമ്മുടെ കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസൻറ്റേഷൻ്റെ ഭാര്യ സഹോദരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ചട്ടമ്പി കല്യാണി എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു ഗാനമാണ്. ഇന്ത്യ പാകിസ്ഥാനെതിരെ പ്രത്യാക്രമണം നടത്തിയ വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തിയത് ഈ ഗാനമാണ്. കാരണം ഈ പാകിസ്ഥാൻകാർ ഈ ഗുണ്ടായിസം നോക്കിയിട്ട് കുറച്ചധികം കാലമായി. ഇന്നും ഇന്നലെ തുടങ്ങിയതിൽ 1947 ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായ കാലത്ത് തുടങ്ങിയതാണ്. 47 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് മാത്രമല്ല ഗാന്ധിജി ജീവിച്ചിരുന്നു. അന്ന് നുഴഞ്ഞുകയറ്റക്കാരെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചു. ഇന്ത്യ ഗവൺമെൻറ് ഈ വിഷയം UN കൊണ്ട് ഉന്നയിച്ചു. UN നിന്നും ഒരു സഹായവും കിട്ടിയില്ല. പിന്നെ സർദാർ പട്ടേൽ ഇവിടെ നിന്ന് പട്ടാളത്തെ വായുമാർഗം ശ്രീനഗറിൽ കൊണ്ടിറക്കി അവരെ ചേർത്ത് നിന്നു. അവരെ ഒരു പരിധി വരെ അടിച്ച് പാകിസ്ഥാനിലേക്ക് തന്നെ ഓടിച്ചു. 65 ഇത് തന്നെ സംഭവിച്ചു. നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു പ്രധാനമന്ത്രി, YB ചവാനായിരുന്നു രാജ്യരക്ഷാമന്ത്രി. അന്ന് പാകിസ്ഥാനിൽ ജനറൽ അയൂബ് ഖാൻ്റെ ഭരണമാണ്. അയൂബ് ഖാൻ്റെ വിദേശകാര്യമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുടെ ആ ദുഷ്പ്രേരണ നിമിത്തം വലിയൊരു സൈനിക വ്യൂഹത്തെ കാശ്മീർ പിടിക്കാനായിട്ട് വിട്ടയച്ചു. അവർ ഫലപ്രാപ്തിയിൽ എത്തുന്നതിന് മുമ്പ് ഇന്ത്യ ഈ അന്തർദേശീയ അതിർത്തി മറികടന്ന് പാകിസ്ഥാനെ ആക്രമിച്ചു. അങ്ങനെ ഒരു നീക്കം പാകിസ്ഥാനെന്ന് പ്രതീക്ഷിച്ചില്ല. അന്ന് ലഫ്റ്റനൻറ്റ് ജനറൽ ഹർബക്ഷ് സിംഗ് ആയിരുന്നു പശ്ചിമ മേഖലയുടെ കമാൻഡൻറ്റ്. നമ്മുടെ എയർ ചീഫ് മാർഷൽ അർജൻ സിംഗ് ആയിരുന്നു വ്യോമസേനാ മേധാവി. ഈ രണ്ട് സർദാർജിമാരും കൂടി ശാസ്ത്രിയെ കണ്ടു പറഞ്ഞു, കാശ്മീർ പിടിച്ചുകൊണ്ടായിരിക്കാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ, നമ്മൾ പഞ്ചാബിലും രാജസ്ഥാനിലും പുതിയ പോർമുഖങ്ങൾ തുറക്കണം. ശാസ്ത്രി പാവ അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ലോ എന്ന് അറിയില്ല. പുള്ളി പറഞ്ഞു വെച്ചോ വെടി എന്നാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യമായതാണ്. അതിനെക്കുറിച്ച് പിന്നീട് ഈ സർദാർജിമാർ തന്നെ പറഞ്ഞത് ടോളസ്റ്റ് ഓർഡർ ഫ്രം ദി ഷോർട്ടസ്റ്റ് മാൻ എന്നാണ്. അവരുപോലും അദ്ദേഹത്തെ ഏതാണ്ട് ട്രോളി എന്നുകൂടി പറയാം. പിന്നെ ഇന്ദിരാഗാന്ധിയുമായിട്ടുണ്ടായ യുദ്ധമാണ്. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അന്ന് യാഹ്യ ഖാനാണ് പട്ടാള മേധാവി, അദ്ദേഹം തന്നെയാണ് ഭരണകർത്താവ്. ഭയങ്കരമായ യുദ്ധമുണ്ടായി. അന്ന് പാകിസ്ഥാൻ്റെ പകുതി നഷ്ടപ്പെട്ടു. പകുതി പോയിട്ട് പാകിസ്ഥാൻ്റെ ഗുണ്ടായുസത്തിന് ആ ഒരു കുറവ് സംഭവിച്ചില്ല. ദൈനംദിന അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, പല വിധത്തിലുള്ള വൈതരണികൾ സൃഷ്ടിക്കുക, ഇത് മാത്രമായിരുന്നു അവരുടെ ഒരേ ഒരു അവതാര ലക്ഷ്യം. ഇപ്പോഴും അത് തന്നെയാണ്. അങ്ങനെയാണ് കാർഗിൽ ഉണ്ടായത്. നവാസ് ഷെറീഫിന് ഇന്ത്യയുമായിട്ട് സഖ്യം ചെയ്യണം, സമാധാനം സ്ഥാപിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സൈന്യം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ കക്കല കൂടാതെ എടുത്തു കളഞ്ഞു. എന്നിട്ട് പർവേസ് മുഷറഫ് എന്ന് പറഞ്ഞ പട്ടാള മേധാവിയെ ഭരണമേൽപ്പിച്ചു. അങ്ങനെ വീണ്ടും സംഘർഷത്തിലേക്ക് പോയി. അപ്പോൾ കാശ്മീരിലാണെങ്കിലും ഈ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലാണെങ്കിലും ഈ ഗുണ്ടായുസം നടത്തുന്നത് ഇവർക്കൊരു ഹരമാണ്. വാജ്പേയി പ്രധാനമന്ത്രി ആകുമ്പോഴാണ് പാർലമെൻറ്റിന് നേരെ ആക്രമണം നടന്നത്. അന്ന് ഇന്ത്യ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. നമ്മൾ രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന് പാടി വെറുതെ അങ്ങനെ ഇരുന്നു. പാകിസ്ഥാനോട് നമ്മൾ ക്ഷമിച്ചു. പാകിസ്ഥാൻ ഇനിയെങ്കിലും നിലപാട് മാറ്റും എന്ന് നമ്മൾ വിചാരിച്ചു. ഈ വിഷയം UN പോയിട്ട് വലിയ വായിലും പ്രസംഗിച്ചു. അതിലപ്പുറമൊന്നും ചെയ്തില്ല. പിന്നെ സഖ്യരാഷ്ട്രങ്ങളോടൊക്കെ കേണ് പാകിസ്ഥാൻ കാണിച്ച ഗുണ്ടായുസം കണ്ടില്ലേ എന്ന് ചോദിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാരും കൊല്ലപ്പെട്ടില്ല, പാവപ്പെട്ട സൈനികരും കാവൽക്കാരും കൊല്ലപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പ്രശ്നം അത്ര പെട്ടെന്ന് തീർന്നത്. പിന്നെ മൻമോഹൻജി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് വിഖ്യാതമായ മുംബൈ ഭീകരാക്രമണം. പാകിസ്ഥാനിൽ നിന്ന് 10 ഫിദായൻ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തൂക്കമായിട്ട് വന്ന് വഴിയെ പോകുന്ന ആൾക്കാരെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നത്. ഛത്രപതി ശിവജി ടെർമിനസിൽ, അതുപോലെ ട്രൈഡൻറ്റ് ഹോട്ടലിൽ, താജ് ഹോട്ടലിലൊക്കെ ഇവർ വലിയ അതിക്രമങ്ങൾ അഴിച്ചു വിട്ടു. അന്നും ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാൻകാരല്ലേ, പാവങ്ങളല്ലേ എന്ന് വിചാരിച്ച് അവരോട് ക്ഷമിച്ചു. അജ്മൽ കസബിനെ പിടിച്ചു. അദ്ദേഹത്തെ വിചാരണ ചെയ്ത് വളരെ ബുദ്ധിമുട്ടി തൂക്കിക്കൊന്നു. അത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ്. മറ്റേ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മുടെ നാട്ടിലെ ചില മതേതര ജനാധിപത്യവാദികളൊക്കെ അഫ്സൽ ഗുരുവിനെ തൂക്കരുത് എന്ന് പറഞ്ഞ് വലിയ കലാപമുണ്ടായി. പക്ഷേ അഫ്സൽ ഗുരുവിനെ തൂക്കിയില്ലെങ്കിൽ BJPക്കാർ ആ പേരും പറഞ്ഞ് വോട്ട് പിടിക്കുന്ന അറിയാവുന്നതുകൊണ്ട് മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തെ കഴുമരത്തിലേറ്റി. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാശ്മീരികൾക്ക് കൊടുത്താൽ അവരതും പിടിച്ച് കൊലപാതകം നടത്തും എന്നുള്ളതുകൊണ്ട് ഡൽഹിയിലെ ജയിൽ വളപ്പിൽ തന്നെ അദ്ദേഹത്തെ കുഴിച്ചിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കലാപരിപാടികളും പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട്.
അവർ തല്ലുക, നമ്മൾ കൊള്ളുക എന്നുള്ളതാണ് ഇതുവരെ ഉണ്ടായിരുന്ന നിലപാട്. ഇപ്പം അതിന് മാറ്റം വന്നു. അവർ നമ്മളെ മാന്തിയാൽ നമ്മളെ അടിച്ചവൻ്റെ കാരണം പൊളിക്കും. ഇത്ര നാൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ പാതയാണ് പിന്തുടർന്നത്. ഇനി അത് പറ്റില്ല. ഇനി നമ്മൾ ബൈബിളിലെ പഴയ നിയമത്തിലെ, അതായത് യഹൂദന്മാരുടെ തോറയിലെ പ്രതികാരദാഹിയായ യഹോവയാണ് ഇനി മേലിൽ നമ്മുടെ ദൈവം. പ്രതികാരത്തിൻ്റെ ദൈവമായ യഹോവയെ പ്രകാശിക്കണമേ എന്നാരംഭിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട് ബൈബിൾ. സംശയമുള്ളവർക്ക് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിന്നോട് എതിർക്കുന്നവനെ തകർക്കുക, അവൻ്റെ ചെവിക്കല്ല് നോക്കി അടിക്കുക, അവൻ്റെ അണപ്പല്ല് പറിക്കുക. ഇതല്ലാതെ യാതൊരു മാർഗവുമില്ല. പാകിസ്ഥാനോട് സമാധാനത്തിന് പോകണം, പാകിസ്ഥാനായിട്ട് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊക്കെ നമ്മുടെ നാട്ടിലെ ചില വിദേശകാര്യ വിദഗ്ധന്മാരും, അതുപോലെ നേരത്തെ പറഞ്ഞ സ്വതന്ത്ര മതേതര ജനാധിപത്യ നവോത്ഥാന ബുദ്ധിജീവികളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ നിരന്തരം ഉപദേശിക്കുന്നുണ്ട്. കോഴിക്കോട്ട് നിന്ന് പുറപ്പെടുന്ന ചില പത്രങ്ങളിലേക്ക് എഡിറ്റോറിയൽ പേജിൽ മുഴുവനും യുദ്ധം വേണ്ട, സമാധാനം ഉണ്ടാകണം, ഇന്ത്യ പാകിസ്ഥാൻ ഏകോദര സഹോദരന്മാരാണ്, ഇതൊക്കെ ശരിയാണ്. അതുകൊണ്ട് സമാധാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം യുദ്ധം ചെയ്യണം. സമാധാനത്തിന് വേണ്ടിയുള്ള ചില യുദ്ധങ്ങൾ എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. അതില്ലാതെ കണ്ട് സമാധാനം ഉണ്ടാകുകയില്ല. ലോകപ്രസിദ്ധനായ ഒരു സമാധാനവാദിയായിരുന്നു നമ്മുടെ വലിയ ചിന്തകനായിരുന്ന ബർട്രൻഡ് റസൽ. ഒന്നാം ലോക യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം യുദ്ധവിരുദ്ധ പ്രചരണം നടത്തി ബ്രിട്ടനിലെ പുള്ളിയെ കുറച്ചാൾ പിടിച്ച് ജയിലിലിട്ടു. കാരണം ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യുമ്പോൾ ഇയാൾ യുദ്ധവിരുദ്ധ പ്രചാരണമാണ്. അത് കഴിഞ്ഞ് രണ്ടാം ലോക യുദ്ധം തുടങ്ങുന്ന സമയപ്പോൾ പുള്ളി പറഞ്ഞു യുദ്ധം വേണം. കാരണം ഒന്നാം ലോക യുദ്ധമല്ല, രണ്ടാം ലോക യുദ്ധം. കാരണം ഈ യുദ്ധത്തിൽ ജർമ്മനി ജയിച്ചാൽ, ഹിറ്റ്ലർ ജയിച്ചാൽ പിന്നെ ലോകത്ത് സമാധാനം ഉണ്ടാകുകയില്ല, ശാന്തി ഉണ്ടാകുകയില്ല, ജനാധിപത്യം ഉണ്ടാകുകയില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ കിരാതവാഴ്ച മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് അദ്ദേഹം രണ്ടാം ലോക യുദ്ധത്തെ പിന്തുണച്ചു. സഖ്യകക്ഷികൾ വിജയിക്കണം എന്ന് അദ്ദേഹം പ്രചരണത്തിന് പോയി എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് യുദ്ധം അനിവാര്യമായിട്ട് വരും. ഞാൻ പറഞ്ഞു യുദ്ധം വേണമെന്നല്ല, പാകിസ്ഥാനെ പോലുള്ള തെമ്മാടി രാജ്യങ്ങളെ പാഠം പഠിപ്പിക്കാനായിട്ട് വളരെ ശക്തമായ തിരിച്ചടി കൊടുക്കേണ്ട ആവശ്യമാണ്. ഇന്ത്യ നീതി ചെയ്തു എന്നാണ് നമ്മുടെ പ്രതിരോധ വകുപ്പും അതുപോലെ ആർമി വ്യോമസേന വക്താക്കളും പറഞ്ഞു. അത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വന്നു. നീതിയല്ല ചെയ്തത്, നമ്മൾ പ്രതികാരമാണ് ചെയ്തത്. ഇതിന് പ്രതികാരം എന്നല്ലാതെ വേറെ യാതൊരു വാക്കില്ല. ഇത് ജസ്റ്റിസ് അഥവാ നീതിയല്ല നമ്മൾ ചെയ്തത്. നീതി ചെയ്യണം അങ്ങനെയല്ല. ഈ കൊലപാതകളെ കണ്ടെത്തി പിടിച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ചോദ്യം ചെയ്ത് അവരുടെ കുറ്റസമ്മത മൊഴി വാങ്ങി കോടതിയിൽ വിചാരണ ചെയ്ത് അജ്മൽ കസബിനെ ചെയ്ത പോലെ വിചാരണ കോടതി, പിന്നെ ജില്ലാ കോടതി, ഹൈക്കോടതി, അത് കഴിഞ്ഞ് സുപ്രീം കോടതി, അത് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് ദയാഹർജി, അതും കഴിഞ്ഞ് സുപ്രീം കോടതിയുടെ രണ്ടാമത്തെ പുനഃപരിശോധന. എന്തൊക്കെ തമാശകളാണ്. അതൊക്കെ നടത്താൻ നിന്ന് കഴിഞ്ഞാൽ ഈ ജമ്മത്ത് നടക്കില്ല. ഇതുപോലുള്ള ആളുകൾക്ക് ഇതല്ലാതെ വേറെ യാതൊരു ചികിത്സയുമില്ല. നമ്മുടെ മസൂദ് അസറിൻ്റെ കുടുംബത്തിലെ 10 ആളാണ് ഒറ്റയടിക്ക് പോയത്. അസറിനെ കിട്ടിയില്ല. കുടുംബത്തിലെ 10 ആൾ പോയി, പുള്ളിയുടെ സഹോദരി അളിയനടക്കം പോയി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ പോകുമ്പോഴേ ഇവർ കാര്യം പഠിക്കൂ. അവനവൻ്റെ കുടുംബത്തിലെ ആളുകൾ മിസൈൽ വീണു, ബോംബ് പൊട്ടിയൊക്കെ മരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ മരണത്തിൻ്റെ വേദന എന്താണ് എന്നുള്ളത്. ഇതുമായി കാശ്മീരുമായി ഒരു ബന്ധവും കുലബന്ധവും ഇല്ലാത്ത ആളുകൾ നാട് കാണാൻ വേണ്ടി പോയവരാണ്. അവരെ ഭാര്യമാരുടെ മുമ്പിൽ ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊല്ലും. അപ്പോൾ അതിന് ഇതല്ലാതെ വേറെ ചികിത്സയില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടത്, ഇന്ത്യ ഗവൺമെൻറ് ഈ 2 സ്ത്രീകളെ കൊണ്ട്, ഒന്ന് വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ടും ഒന്ന് കരസേനയ്ക്ക് വേണ്ടിയിട്ടും ഈ ഓപ്പറേഷൻ വിശദീകരിച്ചാണ്. കാരണം സ്ത്രീകളാണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട ഇരകൾ. അവരെ കൊണ്ട് വിശദീകരിപ്പിച്ചാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ പഴയ ഒരു ഓർമ്മ വന്നു. അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് ഈ മലങ്കര സഭയിലെ മെത്രാൻ കക്ഷി ബാബ കക്ഷി വഴക്കങ്ങനെ മൂർധന്യത്തിൽ നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ കേട്ടൊരു മുദ്രാവാക്യമാണ്, ഒരു പ്രമുഖ വൈദികൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. സ്വയാൻ സ്വയെ പെണ്ണുങ്ങൾ തല്ലും എന്നായിരുന്നു. എന്താ വെച്ചാൽ ഈ പുരുഷന്മാർ തല്ലുന്ന പോലെയല്ല. പുരുഷന്മാർ തല്ലി നമുക്ക് വേദന എടുക്കുന്നു പറഞ്ഞു. സ്ത്രീകൾ തല്ലിക്കഴിഞ്ഞാൽ വേദന കുറവായിരിക്കും, പക്ഷേ അപമാനം ഭയങ്കരമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പഴയ കാലത്ത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഒരു തെറ്റായാലും ശരിയായാലും ഉള്ള ഒരു പരികൽപ്പന. ഇപ്പോൾ പാകിസ്ഥാനോട് ചെയ്ത ഇതാണ്. ഇവിടുത്തെ സ്ത്രീകളെ കൊണ്ട് തന്നെ മറുപടി ഉറയ്ക്കും. ഇത്രേ ഉള്ളൂ പാകിസ്ഥാൻ. ഷഹബാസ് ഷെറീഫ് വലിയ കളി കളിക്കട്ട. വായ കൊണ്ട് മതളം കൊട്ടുന്ന ആ ബിലാവൽ ഭൂട്ടോയും വലിയ കളി കളിക്കണ്ട. അവൻ്റെ വാപ്പയും ഉമ്മയും ഉപ്പൂപ്പയും ഒക്കെ കളിച്ച് പാളിപ്പോയ കളിയാണ്. ആ കളി ഇനി ഈ ചെക്കൻ
എന്നാൽ മുലപ്പാലിൻ്റെ മണം മാറാത്ത ബിലാവൽ ഭൂട്ടോയാണ് ഇനി ഇന്ത്യയെ പേടിപ്പിക്കുന്നത്. നല്ല തമാശയില്ലേ? അപ്പോൾ അതുകൊണ്ട് ബിഗ് സല്യൂട്ട് ഇന്ത്യൻ ആർമി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.